ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നാട്ടിലേക്ക് പോകട്ടോ. 2 മാസം നിന്ന് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇത് ഞാൻ പേക്ക് ചെയ്താട്ടോ. ഫസ്റ്റ് തന്നെ കാക്കൻ്റെ ഉമ്മാക്ക് സ്പ്രേ വാങ്ങിക്ക്, പിന്നെ 2 വാച്ച് വാങ്ങിക്ക്. എനിക്ക് റൗണ്ട് ഇതിലുള്ള വാച്ചാട്ടോ ഇഷ്ടമായ. പിന്നെ നമുക്ക് കാല് വേദനയൊക്കെ ആകുമ്പോൾ യൂസ് ചെയ്യുന്ന മൂവുണ്ട്. പിന്നെ മറിയെന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ലോഷനുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റും. എനിക്ക് ആകെ ഇവിടെ 1 മാസത്തേക്ക് നിൽക്കാനായിട്ട് പറഞ്ഞത്. പിന്നെ കാക്കൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് ഓലോടൊക്കെ ചോദിച്ചപ്പോൾ 1 മാസം കൂടി നീട്ടിക്കിട്ടിയ. പിന്നെ നട്സ് കുറച്ച് വാങ്ങിക്കുക, പിന്നെ സോപ്പ് വാങ്ങിക്കുക, പിന്നെ വേറെ തന്നെ കമ്പനീൻ്റെ ലോഷനുണ്ട്. പിന്നെ 2 വാസ്ലൈൻ വാങ്ങിക്കുക. പിന്നെ നമ്മൾ സ്ഥിരം ഒരു സംഭവമാണ് പാൽപ്പൊടി. എപ്പോൾ ഏതൊരാൾ നാട്ടിൽ പോവുകയാണെങ്കിൽ പാൽപ്പൊടി മെയിനായിരിക്കും. എല്ലാവരും പറയുന്നതാണ് പാൽപ്പൊടി വേണം. പിന്നെ കാക്കൻ്റെ വേറെ ഫാമിലിയിലുള്ള ആളുടെ സ്പ്രേ ഉണ്ട്, മൂവുണ്ട്, സോപ്പുണ്ട്, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഈ ബോക്സില്ലേ, അത് നമ്മൾ ഈ സ്പ്രേ ഒക്കെ ഇട്ടേക്കുന്ന ബോക്സില്ലേ, സ്പ്രേ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് പീടികയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഇതില്ലേ, പെട്ടിയില്ലേ, അതാട്ടോ. അതിൽ ഞാൻ പേക്കാക്കി. അതിലാണ് 2-3 ആൾക്കുള്ള മാത്രമേ അങ്ങനെ പേക്കാക്കി. പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനെ കവറിലാക്കിയിട്ട് എന്താ പറയുക, എല്ലാം കൂടി ഒരുമിച്ച് കവറിലാക്കിയിട്ട് കെട്ടിയിട്ട് വെച്ചാൽ കേട്ടോ. പിന്നെ കാക്ക വന്നിട്ട് എല്ലാം ഉണ്ടാക്കി വേറെ ഇതിലാക്കിയിട്ട് എടുത്ത് വെച്ചേക്കാം. ഇത് ഞാൻ എടുത്ത് വെച്ചത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ അത് ഞങ്ങളെ കാക്കൻ്റെ വീട്ടിൽ തന്നെയാണ്. ഫ്ലാസ്ക് ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, കുറച്ച് പ്ലേറ്റും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മോനെ എടുത്തില്ലായിരുന്നു കേട്ടോ. ഓൻ കാണാണ്ട് ഞാൻ വീഡിയോ എടുത്ത്. ഓൻ ചെറിയ കുട്ടിയല്ലോ, അപ്പം വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അവൻ കാണാണ്ട് കേട്ടോ വീഡിയോ എടുത്തൊക്കെ. പിന്നെ ഇതൊക്കെ ഞാൻ പേക്ക് ചെയ്ത് വെച്ചാണ്. ഇതൊക്കെ കാക്ക വന്നിട്ട് കാക്കൻ്റെ എന്താ പറയുക, പൊട്ടുന്ന സാധനം ഓൽക്കറിയാമല്ലോ എങ്ങനെ പേക്ക് ചെയ്യേണ്ടത്. ഓലെന്നെ വേറെ ആക്കി നിന്നിട്ട് പേക്ക് ചെയ്താൽ. പിന്നെ ഇത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ ഉപ്പ കുറച്ച് പ്രായമുള്ള ആളാണ്. അപ്പോൾ ഓൾക്ക് റേഡിയം ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ ഉള്ള ഒരാളായതുകൊണ്ട് ഉപ്പാക്ക് റേഡിയോ വാങ്ങിക്കുക, പിന്നെ മൂവ് വാങ്ങിക്കുക, പിന്നെ ഒരു ഫോണ് വാങ്ങിക്കിട്ട് ഉപ്പാക്ക് ഒരു ചെറിയ ഫോൺ വാങ്ങിക്കുക. അതിൻ്റെ ചാർജറുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കുക. അതുപോലെ തന്നെ അനിയത്തിക്കുട്ടിക്ക് ഒരു വാച്ചും വാങ്ങിക്കുക. പിന്നെന്താ പറയുക, പിന്നെ എല്ലാം കൂടെ ഞങ്ങളൊരു പെട്ടിയിൽ ഇങ്ങനെയല്ല പുതപ്പൊക്കെ വെച്ചിട്ട് അതിൽ പേക്കാക്കിയിട്ട് വെച്ച്. പിന്നെ കാക്കൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ഓല് പേക്ക് ചെയ്ത് തന്നത്. അതൊക്കെ കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കാക്കൻ്റെ ഫ്രണ്ട് വന്ന് കാക്കനായിട്ടോ എല്ലോ പേക്ക് ചെയ്തൊക്കെ. പിന്നുള്ളൊക്കെ കാക്ക കുറേ സാധനം വാങ്ങേണ്ടിയൊക്കെ ഉണ്ട്. കാക്കയും കൂടി വരുന്നതുകൊണ്ട് കാക്കാണ് പേക്ക് ചെയ്തൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് തന്നെ കാക്കൻ്റെ അവിടെയുള്ള അറബി സമ്മതിച്ചിട്ട് തന്നെ ഇല്ലേനു നാട്ടിലേക്ക് പോരാൻ. പിന്നെ ഒരാഴ്ച നിന്നോന്ന് പറഞ്ഞ് അങ്ങനെ സമ്മതിച്ചതാണ്. ഇപ്പോൾ കാക്ക 2 കൊല്ലമായി കാക്ക ഗൾഫിലായിട്ട്. അപ്പം ഞങ്ങളങ്ങോട്ട് പോയതിന് ശേഷം കാക്കൻ എന്താക്കിയാണ് ഒരാഴ്ച നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് സമ്മതിച്ചത്. അങ്ങനെ നാട്ടിലേക്ക് വരിക. അപ്പോൾ ഞങ്ങൾ 3 ആളെയും കൂടി പെട്ടിയുള്ളതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എല്ലാം അതിൽ കൊണ്ടിക്കുക. എല്ലാ സാധനവും വാങ്ങിയതൊക്കെ അതിൽ കൊള്ളുകയും ചെയ്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ പിന്നെ തീരെ എന്താ പറയുക, തീരെ നിൽക്കുന്നില്ലേനു. വലിയ അലമ്പൊന്നുമില്ല, ചെറിയ കുഞ്ഞു അലമ്പൊക്കെ ഓനെക്കൊണ്ടില്ലേട്ടോ. നമ്മൾ ഈ വണ്ടിയിൽ കാല് വയ്യാത്ത ആൾക്കാർക്കൊക്കെ കയറിയിട്ട് കൊണ്ടുപോയി ആക്കൂലേ, അവിടെ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം വരെ കൊണ്ടുപോയി ആക്കി കൊടുക്കല്ലോ. ആ വണ്ടിയൊക്കെ കാണുമ്പോൾ ഓന് അതിൻ്റെ വയ്യനോടും അങ്ങനെയൊക്കെ കുഞ്ഞു കളിയൊക്കെ ഓനുണ്ടായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ കൂടെ തന്നെ പെട്ടിയൊക്കെ ഉന്തിയിട്ട് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്ത്. പിന്നെ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തൊക്കെ പോവാണ്. പിന്നെ ഫ്ലൈറ്റ് കയറിയിട്ട് ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവിടെ നിന്ന് എടുത്തതാട്ടോ അത്. പിന്നെ പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന 4 മണിക്കൂർ യാത്രയുണ്ട്. പിന്നെ നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ കാക്ക വീഡിയോ എടുത്തു തന്നു കേട്ടോ. മോനെ കാക്കാണ് വീഡിയോ എടുത്തു തന്നത്. ഓന് പിന്നെ പെട്ടിയൊക്കെ ഉന്തി എൻ്റെ വഴി തന്നെ വന്ന് നമ്മൾ കണ്ണൂർ എയർപോർട്ടിലാട്ടോ ഇറങ്ങി. കണ്ണൂർ
എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ബോർഡിംഗ് എന്താ പറയുക, ഇതൊക്കെ പെട്ടിയൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഓടിക്കളീന്. പിന്നെ കാക്ക പിന്നെ പെട്ടിയൊക്കെ എടുത്തു തരാനൊക്കെ സഹായിച്ച് പിന്നെ നമ്മൾ നാട്ടിലെത്തി പെട്ടിയൊക്കെ കൊണ്ടുവന്ന് പിന്നെ നമ്മളെ ഫാമിലീൻ്റെ അടുത്തൊക്കെ പോയി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.